ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൻ്റെ ബേസിക്കായ കുറച്ച് കാര്യങ്ങളും ഇൻട്രൊഡക്ടറി ടോപ്പിക്കുമായിരുന്നു. അതായത് ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ ക്ലാസ്സിന് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതിൽ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായും സോളിഡ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും അതിൻ്റെ ഡിഫറൻസുകൾ പഠിച്ചു. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്ക് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് മാത്രമാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമ്മളിതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോവുകയാണ്. അതിലാദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസ്. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട രണ്ട് യൂണിറ്റുകളുണ്ട്. ഒന്ന് ക്രിസ്റ്റൽ ലാറ്റിസും രണ്ട് യൂണിറ്റ് സെല്ല്. ക്രിസ്റ്റൽ ലാറ്റിസും അതുപോലെ എന്താണ് യൂണിറ്റ് സെല്ല്. ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. എന്താണ് ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? റെഗുലർ 3 dimensional arrangement of constituent particle in a crystal. ഒരു ക്രിസ്റ്റലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മീൻസ് ആ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾ. ദാറ്റ് മീൻസ് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, പിന്നെ എന്തുമാകാം, മോളിക്യൂൾസ് വേണമെങ്കിലും ആകാം. അപ്പം ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ റെഗുലർ ആയിട്ടുള്ള 3 dimensional അറേഞ്ച്മെന്റ് പറഞ്ഞ പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്, റെഗുലർ ആയിട്ടുള്ള 3 dimensional അറേഞ്ച്മെന്റ്, അതിന് പറഞ്ഞ പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ദ റെഗുലർ 3 dimensional arrangement of constituent particle in a crystal is called crystal lattice. വളരെ വ്യക്തമായി ഓർക്കേണ്ട കാര്യമാണ്. ഞാനിവിടെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് വരച്ചിട്ടുണ്ട്. ഇതൊരു സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം സോഡിയം ക്ലോറൈഡിനകത്തുള്ള അയോൺസ് ആരൊക്കെയാണ്? Na പ്ലസും Cl മൈനസ്. Na പ്ലസും Cl മൈനസുമാണ് സോഡിയം ക്ലോറൈഡിനകത്തുള്ള അയോൺസ്. ഇവിടെ Na പ്ലസ് അയോണിനെ നമ്മൾ ഒരു സർക്കിൾ കൊണ്ട് സൂചിപ്പിക്കുകയും Cl മൈനസിനെ ഒരു ഡോട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് ആയിരിക്കും. അതാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അത് കണ്ടാൽ മനസ്സിലാക്കും. ഇതൊരു സോഡിയം Na പ്ലസ് അയോൺസിന്റെയും Cl മൈനസ് അയോൺസിന്റെയും റെഗുലർ അറേഞ്ച്മെന്റ് വഴി ഉണ്ടായ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ദിസ് ഈസ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ദ റെഗുലർ 3 dimensional കണ്ടറിയാൻ പറ്റും. Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്. ഇങ്ങനെ പോകും. റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. The regular 3 dimensional arrangement of constituent particle in a crystal is called crystal lattice. ഓർക്കണം, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? റെഗുലർ 3 dimensional arrangement of constituent particle in a crystal is called crystal lattice. നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കേണ്ടത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ each point in a crystal lattice is called lattice point അല്ലെങ്കിൽ lattice site എന്ന് പറയും. അതായത് ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള ഓരോ പോയിന്റുകളെയും പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ്. ഇതൊരു ലാറ്റിസ് പോയിന്റ് ആണ്. അപ്പൊ ഇതെന്താണ്? ഒരു ലാറ്റിസ് പോയിന്റ് ആണ്. ഇതെന്താണ്? ലാറ്റിസ് പോയിന്റ്. അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള ഓരോ പോയിന്റുകളെയും പറഞ്ഞ പേരാണ് എന്ത് സാധനം? ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാറ്റിസ് പോയിന്റുകൾ, അതായത് ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള ഓരോ ലാറ്റിസ് പോയിന്റുകളും ഒരു പാർട്ടിക്കിളെ സൂചിപ്പിക്കും. Each lattice point in a crystal lattice represent one constituent particle. അതായത് ഈ ലാറ്റിസ് പോയിന്റിനകത്തുള്ള ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള ഓരോ ലാറ്റിസ് പോയിന്റുകളും ആരെ സൂചിപ്പിക്കും? ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ സൂചിപ്പിക്കും. Each lattice point represents one constituent particle. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ lattice points are joined together by straight line. Lattice points are joined together by straight line to obtain the geometry of the lattice. അതായത് ഈ ലാറ്റിസ് പോയിന്റുകളെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ലാറ്റിസിന്റെ ജോമെട്രി കിട്ടും. ഇതൊക്കെ ഓൾറെഡി ലാറ്റിസ് പോയിന്റുകളാണ്. ഈ ലാറ്റിസ് പോയിന്റുകളെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്താൽ ആ ലാറ്റിസിന്റെ ജോമെട്രി നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ജോയിൻ വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ 2 പാർട്ടിക്കിൾസ്. ലാറ്റിസ് പോയിന്റ് ഇവ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തു. ഈ ലാറ്റിസ് പോയിന്റുകളെല്ലാം ഈ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ജോമെട്രി എന്താ കാണിച്ചിരിക്കുന്നത്?
അപ്പൊ 3 ക്യാരക്ടർ പഠിക്കുക. ക്രിസ്റ്റൽ ലാറ്റിസിന് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് വളരെ പ്രധാനം ഓർക്കുക, ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ്. ഓരോ പോയിന്റ് പറയുന്ന പേരെന്താണ്? ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ എന്ത് പറയും? ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. രണ്ടാമത്തെ ക്യാരക്ടർ പറയുന്നത് ഓരോ ലാറ്റിസ് പോയിന്റുകളും ഒരു പാർട്ടിക്കിളിനെ സൂചിപ്പിക്കും. ഈച്ച് ലാറ്റിസ് പോയിന്റ് റെപ്രസെന്റ്സ് വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. ഓരോ ലാറ്റിസ് പോയിന്റ് ആരെ സൂചിപ്പിക്കും? ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ സൂചിപ്പിക്കും. രണ്ട്, ഓരോ ലാറ്റിസ് പോയിന്റ് സൂചിപ്പിക്കും, ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളെ സൂചിപ്പിക്കും. മൂന്നാമത്തെ ക്യാരക്ടർ പറയുന്നത് ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രൈറ്റ് ലൈൻ ടു ഒബ്റ്റെയിൻ ദി ജിയോമെട്രി ഓഫ് ദി ലാറ്റിസ്. ഓർക്കാൻ പറ്റൂ. അടുത്ത് പറയേണ്ട ബേസിക് ടേം എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ്. എന്താണ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ? അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ആണ് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് പോർഷൻ. ഈ സംഭവം കണ്ടില്ല, ഒരു ബ്ലോക്ക് ആണ് ഈ സാധനം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകൾ ചേർത്ത് വെച്ചിട്ടാണ് ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബ്ലോക്കിന് പറഞ്ഞ പേരാണ് യൂണിറ്റ് സെൽ. ഈ ബ്ലോക്ക് പറയും യൂണിറ്റ് സെൽ. സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് പോർഷന് പറഞ്ഞ പേരാണ് എന്തോ സാധനം? ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ the smallest repeating portion of a crystal lattice is called unit cell. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മുടെ വീടുകളെ കണ്ടിട്ടുണ്ട്. വീട് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇഷ്ടികകൾ വളരെ കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഉണ്ടാകുന്ന 3 ഡയമെൻഷണൽ രൂപങ്ങളാണ് നമ്മുടെ ഹൗസ് പ്ലോട്ടുകൾ, വീടുകൾ എന്ന് പറഞ്ഞ സാധനം. വീടുകൾ എന്ന സംഭവം അങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടികകൾ വളരെ കൃത്യമായ രീതിയിൽ ഓർഡറിൽ അറേഞ്ച് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇഷ്ടികകൾ വളരെ കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ഉണ്ടാക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന് ഈക്വലന്റ് ആണ്. അതായത് ഇഷ്ടികകൾ വളരെ കൃത്യമായ ഓർഡർ അറേഞ്ച് ഉണ്ടാക്കുന്ന 3 ഡയമെൻഷണൽ രൂപങ്ങളാണ് വീടുകൾ. അത് ആ ഈക്വലന്റ് ആണ്, ക്രിസ്റ്റൽ ലാറ്റിസിന് ഈക്വലന്റ് ആണ്. അതിന് ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് പോർഷൻ ഏതാ? ഇഷ്ടികയാണ്. അവിടെ ഇഷ്ടിക ഈക്വലന്റ് ആണ് യൂണിറ്റ് സെൽ. ഒരു കാരണം ഒന്ന് കാണും. അതായത് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിന് ഈക്വലന്റ് ആണ് വീടുകൾ. വീട് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് പോർഷൻ ആയിട്ടുള്ള ഇഷ്ടികകൾ വളരെ കൃത്യമായ ഓർഡർ അറേഞ്ച് ചെയ്ത് നമ്മൾ വളരെ കൃത്യമായ ഓർഡർ അറേഞ്ച് ചെയ്ത് ത്രിമാന രൂപങ്ങളായിട്ടുള്ള വീട് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ വീട് എന്തിന് ഈക്വലന്റ് ആണ്? ക്രിസ്റ്റൽ ലാറ്റിസിന് ഈക്വലന്റ് ആണ്. ആ വീട് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഇഷ്ടിക എന്ന് പറഞ്ഞത് ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് പോർഷൻ ഇഷ്ടികയാണ്. ആ ഇഷ്ടിക എന്തിന് ഈക്വലന്റ് ആണ്? യൂണിറ്റ് സെല്ലിന് ഈക്വലന്റ് ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിന് ക്യാരക്ടർ ഉള്ളതുപോലെ തന്നെ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിനും ക്യാരക്ടർ ഉണ്ട്. അപ്പൊ നമുക്കത് നോക്കേണ്ടത് യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടറിനെ വെച്ചിട്ടാണ്. യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടർ സപ്പോസ് നോക്കുക, ഇതൊരു ഇഷ്ടികയ്ക്ക് ഈക്വലന്റ് ആണ്. കണ്ടറിയാൻ മനസ്സിലായത്. അതായത് ഒരു ഇഷ്ടിക പോലെയാണ് ഈ സാധനം ഇരിക്കുന്നത്. നല്ലതൊരു ബോക്സ് ആണ്, ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണ്, ഇതൊരു ഇഷ്ടികയ്ക്ക് ഈക്വലന്റ് ആണ്. അപ്പൊ യൂണിറ്റ് സെൽ എന്തെല്ലാം ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായും 2 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന്, എ യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 3 ഡിസ്റ്റൻസസ്. യൂണിറ്റ് സെല്ലിന് പ്രധാനമായും 3 അകലങ്ങളുണ്ട്. ഇതൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആണെന്ന് അറിയാം. അപ്പൊ ഇതിന് 3 അകലങ്ങളുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്തൊക്കെയുണ്ട്? ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അതായത് ഒരു യൂണിറ്റ് സെല്ലിന് പ്രധാനമായും 3 ഡിസ്റ്റൻസുകളുണ്ട്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. നമ്മൾ എ, ബി ആൻഡ് സി എന്ന് റെപ്രസെന്റ് ചെയ്യും. എ, ബി ആൻഡ് സി. അതുപോലെ 3 ഡിസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ 3 ആംഗിൾ ഉണ്ടാകാം. ലെങ്തിനും ബ്രെഡ്ത്തിനും ഇടയിൽ ആംഗിൾ ഉണ്ടാകാം. ഉണ്ടായിക്കൂടെ? അതുപോലെ ലെങ്തിനും ഹൈറ്റിനും ഇടയിൽ ആംഗിൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഹൈറ്റിനും ബ്രെഡ്ത്തിനും ഇടയിൽ ആംഗിൾ ഉണ്ടാകാം. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു യൂണിറ്റ് സെല്ലിന് പ്രധാനമായും 2 ക്യാരക്ടേഴ്സ്. ഒരു യൂണിറ്റ് സെല്ലിന് പ്രധാനമായും 3 ഡിസ്റ്റൻസുകളുണ്ട്. ഏതൊക്കെയാണ്? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യും എ, ബി ആൻഡ് സി. അതുപോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ട്. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. നമുക്ക് ഈ എക്കും ബിക്കും ഇവിടെയുള്ള ആംഗിൾ എന്ന് അറിയണം. അതുപോലെ ബിക്കും സിക്കും ഇവിടെയുള്ള ആംഗിൾ എന്ന് അറിയണം. അതുപോലെ തന്നെ എക്കും സിക്കും ഇവിടെയുള്ള ആംഗിൾ എന്ന് അറിയണം. ജസ്റ്റ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം.
എളുപ്പത്തിൽ അങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സപ്പോസ് എ ബി സി അതുപോലെ ആൽഫ ബീറ്റ ഗാമ എഴുതി. എക്ക് താഴെയുള്ള ആംഗിൾ ഏതാ? ആൽഫ. ബിക്ക് താഴെയുള്ള ആംഗിൾ ഏതാ? ബീറ്റ. സിക്ക് താഴെയുള്ള ആംഗിൾ ഏതാ? ഗാമ. ഈ എക്കും ബിക്കും താഴെയുള്ള ആംഗിൾ ആയിരിക്കില്ല എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ. അത് മനസ്സിലായെന്നറിയില്ല. എക്കും ബിക്കും എക്ക് താഴെയുള്ള ആംഗിൾ ഏതാ? ആൽഫ. ബിക്ക് താഴെയുള്ള ആംഗിൾ ഏതാ? ബീറ്റ. അത് രണ്ടും ആയിരിക്കില്ല എക്കും ബിക്കും ഇവിടെയുള്ള ആംഗിൾ. അപ്പൊ ഏതായിരിക്കും എക്കും ബിക്കും ഇവിടെയുള്ള ആംഗിൾ? ഗാമ. ഏതായിരിക്കും? ഗാമ ആയിരിക്കും. എക്കും ബിയിലും ഇടയിലുള്ള ആംഗിൾ എന്താണ്? ഗാമയാണ്. ഏതാണ്? ഗാമയാണ്. ഇത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ബിക്കും സിക്കും ഉള്ള ആംഗിൾ എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും? അല്ല. ഗാമ ആയിരിക്കും? അല്ല. അതായത് ബിക്കും സിക്കും താഴെ ആംഗിൾ ആയിരിക്കില്ല. പിന്നെ ഏതായിരിക്കും? ആൽഫ ആയിരിക്കും. അതായത് ബിക്കും സിക്കും ഉള്ള ആംഗിൾ ഏതായിരിക്കും? ആൽഫ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്കും സിക്കും ഉള്ള ആംഗിൾ? ആൽഫ ആയിരിക്കും? അല്ല. ഗാമ ആയിരിക്കും? അല്ല. പിന്നെ എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും. ഓർക്കുക. ഒരു ടേമുകൾ ഓർക്കുക. നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയേണ്ട പ്രധാനമായ ടേമുകൾ എന്തൊക്കെ? ഒന്ന് ക്രിസ്റ്റൽ ലാറ്റിസ്, രണ്ട് യൂണിറ്റ്സ്. എന്താ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? റെഗുലർ 3-dimensional arrangement of constituent particle in a crystal is called crystal lattice. ഈ ക്രിസ്റ്റൽ ലാറ്റിസിന് പ്രധാനമായിട്ട് 3 ക്യാരക്ടർ പറയുന്നുണ്ട്. ഒന്ന്, each point in a crystal lattice is called lattice point or lattice site. Second point പറയുന്നത് each lattice point represents one constituent particle. ഓരോ ലാറ്റിസ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യും? ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യും. മൂന്ന്, each lattice points are joined by straight line to obtain the geometry of the lattice. Then second point, unit cell. എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? the smallest repeating portion of a crystal lattice. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് പോർഷൻ പറഞ്ഞ പേരാണ് എന്ത് സാധനം? യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിന് 2 ക്യാരക്ടേഴ്സ്. ഒന്ന്, യൂണിറ്റ് സെല്ലിന് പ്രധാനമായും 3 ഡിസ്റ്റൻസുകളുണ്ട്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ, ബി ആൻഡ് സി. അതുപോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ. ഓർത്തിരിക്കുക, എക്കും ബിക്കും ഉള്ള ആംഗിൾ ഏതാണ്? ഗാമ. ബിക്കും സിക്കും ഉള്ള ആംഗിൾ ഏതാണ്? ആൽഫ. എക്കും സിക്കും ഉള്ള ആംഗിൾ എന്താണ്? ബീറ്റ. ഓർത്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് പോകുന്നത് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലുകൾ പ്രധാനമായും 2 ടൈപ്പ് ഉണ്ട്. പ്രധാനപ്പെട്ട ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ്. ഒന്ന്, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. 2, സെന്റേർഡ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ല് പ്രധാനം എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, 2 സെന്റേർഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ യൂണിറ്റ് സെൽ എന്ന് വേണമെങ്കിലും പറയാം. പ്രിമിറ്റീവ് പറയുന്ന മറ്റൊരു പേരാണ് സിമ്പിൾ യൂണിറ്റ് സെൽ. ഇത് പറയും സിമ്പിൾ യൂണിറ്റ് സെൽ എന്നും പ്രിമിറ്റീവ് പറയാറുണ്ട്. ഇത് എങ്ങനെ ക്ലാസിഫൈ എന്ന് വെച്ചാല്, നമ്മുടെ യൂണിറ്റ് സെല്ലിനകത്ത് എവിടെയെല്ലാം പാർട്ടിക്കിൾസ് അറേഞ്ച്മെന്റ്, ഏതെല്ലാം ഭാഗങ്ങളിൽ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യൂണിറ്റ് സെല്ലിനെ നമ്മൾ 2 ആയിട്ട് തിരിക്കുന്നത്. ആ യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസ് എവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ യൂണിറ്റ് സെൽ എത്ര തിരിക്കുന്നത്? 2 ആയി തിരിക്കുന്നത്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, 2 സെന്റേർഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് മീൻസ്, ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക, particles present only in the corners of the unit cell. Unit cell in the corneral മാത്രമേ particle present ആയിട്ടുള്ളൂ എങ്കിൽ particle present only in corners. യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾ പ്രസന്റ് ആയിട്ടുള്ളൂ എങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലുകളെ പറഞ്ഞ പേരാണ് എന്തും സാധനം? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെൽ. അപ്പൊ എന്തായിരിക്കും സെന്റേർഡ്? ഉദാഹരണം വന്ന എന്തായിരിക്കും സെന്റേർഡ്? അതായത് കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാകണം, ഒപ്പം മറ്റേതെങ്കിലും സെന്ററുകളിലും ആ യൂണിറ്റ് സെല്ലിന്റെ മറ്റേതെങ്കിലും സെന്ററുകളിലും കൂടെ പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് സാധനം സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് ആണ്, ഇവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടാകും, കോർണേഴ്സിലും കാണപ്പെടും, മറ്റേതെങ്കിലും എനി അതർ മറ്റേതെങ്കിലും സെന്ററിലും പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ പറഞ്ഞ പേരാണ് എന്തോ സാധനം? സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പം നമ്മുടെ യൂണിറ്റ് സെല്ലില് എവിടെയെല്ലാം പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യൂണിറ്റ് സെല്ലിൽ എത്ര തിരിക്കുന്നുണ്ട്? 2. ഒന്നേതാണ്? പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയും. മനസ്സിലാക്കുക, പ്രിമിറ്റീവ് മീൻസ് പാർട്ടിക്കിൾസ് എവിടെ മാത്രമേ കാണുള്ളൂ? ഓൺലി ഇൻ ദി കോർണേഴ്സ് ഓഫ് ദി യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിലെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് എന്തോ സാധനം? പ്രിമിറ്റീവ് എന്ന് പറയും അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയും. 2 സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് മീൻസ് പാർട്ടിക്കിൾസ് എവിടെ കാണണം?
കോർണേഴ്സിൽ ഉണ്ടാകണം, പ്ലസ് എവിടെയും കാണണം മറ്റേതെങ്കിലും സെന്ററിലും, ആ യൂണിറ്റ് സെല്ലിന്റെ മറ്റേതെങ്കിലും സെന്ററിൽ കൂടെ പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ പറഞ്ഞ പേരാണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. നിങ്ങളൊരു കാര്യം മനസ്സിലായി കാണും, ഏത് ടൈപ്പ് യൂണിറ്റ് സെല്ലാണ് പാർട്ടിക്കിൾസ് എവിടെ കാണപ്പെടും? കോർണേഴ്സിൽ. എല്ലാ ടൈപ്പ് യൂണിറ്റ് സെല്ലിലും പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാകും? കോർണേഴ്സിൽ ഉണ്ടാകുന്ന ധാരണ മനസ്സിലുണ്ടാകണം. ഇനി രണ്ടാം ടൈപ്പ് നമ്മൾ സെന്റേർഡ് ആണ്, പാർട്ടിക്കിൾസ് എവിടെ കാണപ്പെടണം? കോർണറിലും കാണപ്പെടണം, ആ യൂണിറ്റ് സെല്ലിന്റെ മറ്റേതെങ്കിലും സെന്ററിൽ. ഈ കോർണേഴ്സിലും ഈ യൂണിറ്റ് സെല്ലിന്റെ ഏത് സെന്ററിലാണ് പാർട്ടിക്കിൾ പ്രസന്റ് ആകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സെന്റേർഡ് യൂണിറ്റ് സെല്ലുകളെ വീണ്ടും നമ്മൾ മൂന്നായി തിരിക്കുന്നുണ്ട്. ഒന്നാമത് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, രണ്ടാമത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, മൂന്നാമത് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഏതൊക്കെയാണ്? ഒന്ന് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, രണ്ട് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ, മൂന്ന് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പം സെന്റേർഡ് യൂണിറ്റ് സെല്ലുകളെ വീണ്ടും മൂന്നായി തിരിക്കുന്നതൊക്കെയാണ് ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് സെന്ററിലാണ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്നൊക്കെ കാരണം വന്നതാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാല്? പാർട്ടിക്കിൾസ് എവിടെ കാണണം? കോർണേഴ്സിൽ ഉണ്ടാകണം, പിന്നെ എവിടെ ഉണ്ടാകണം? പ്ലസ് സെന്റർ ഓഫ് ദി ബോഡി. കോർണേഴ്സിൽ ഉണ്ടാകും, പ്ലസ് സെന്റർ ഓഫ് ദി ബോഡി. എവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടാകും? കോർണറിൽ ഉണ്ടാകും, അതുപോലെ ബോഡിയുടെ സെന്ററിൽ ഉണ്ടാകും. അതായത് നമ്മളൊരു സ്ക്വയർ റൂം എടുക്കുക, അപ്പൊ അതിന്റെ എത്ര കോർണേഴ്സ് ഉണ്ട്? സ്ക്വയർ റൂമിന് 8 കോർണേഴ്സ് ഉണ്ട്. താഴെ 4, മേളില് 4, അങ്ങനെ 8 കോർണേഴ്സ് ഉണ്ട്. അപ്പൊ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ടാകും. സെന്ററിൽ ഒരു ഫാൻ തൂക്കിയിടുക, അല്ലെങ്കിൽ സെന്ററിൽ ബോൾ തൂക്കിയിടുക, അപ്പം ബോഡിയുടെ സെന്ററിലും കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാകും. അതുപോലെ തന്നെ ബോഡിയുടെ സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ പറഞ്ഞ പേരാണെന്നോ സാധനം ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. രണ്ടാമത്തത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേർഡ് മീൻസ് എവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടാകും നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് കോർണറിൽ ഉണ്ടാകും പാർട്ടിക്കിൾ. ഞാൻ പറഞ്ഞല്ലോ കോർണേഴ്സിൽ എല്ലായ്പ്പോഴും പാർട്ടിക്കിൾ ഉണ്ടാകും. ഏത് ടൈപ്പ് യൂണിറ്റ് സെൽ ആയാലും പാർട്ടിക്കിൾ എവിടെ ഉണ്ടാകും? കോർണേഴ്സിൽ ഉണ്ടാകും. പ്ലസ് ഫേസ് സെന്റേർഡ് ആണ്. സെന്റേഴ്സ് ഓഫ് ഈച്ച് ഫേസസ്, ഓരോ ഫേസിന്റെ സെന്ററിലും സെന്റേഴ്സ് ഓഫ് ഈച്ച് ഫേസസ്, അതായത് നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ ഓരോ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞ പേരാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേഴ്സ് ഓഫ് ഈച്ച് ഫേസസ്, ഓരോ ഫേസിന്റെയും സെന്ററിലും പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ പറഞ്ഞ പേരാണ് സാധനം സെന്റേർഡ് യൂണിറ്റ് സെൽ. സോറി, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ പറയും ഫേസ് സെന്റേർഡ്. അപ്പൊ മൂന്നാമത്തെ എന്താണ്? എൻഡ് സെന്റേർഡ്. ഇവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടാകും. ഒരെണ്ണം നമുക്ക് പറയാൻ പറ്റും എവിടെ ഉണ്ടാകും പാർട്ടിക്കിൾസ്? കോർണേഴ്സിൽ ഉണ്ടാകും. പ്ലസ് പിന്നെ എവിടെ ഉണ്ടാകും? ഏതെങ്കിലും രണ്ട് നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലും സെന്റേഴ്സ് ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ്, സെന്റേഴ്സ് ഓഫ് അപ്പോൾ എന്താകും? സെന്റേഴ്സ് ഓഫ് എനി ടു ഓപ്പോസിറ്റ് ഫേസസ്, എനി ടു ഓപ്പോസിറ്റ് ഫേസസ്. എന്നാൽ എന്ത് സെന്റർ എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ഉണ്ടാകണം? കോർണേഴ്സിൽ ഉണ്ടാകണം. അതുപോലെ ആ യൂണിറ്റ് സെല്ലിന്റെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ പറഞ്ഞ പേരാണ് സാധനം എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇതാണ് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ കൂടെ പറയാം, വളരെ വ്യക്തമായി നോക്കുക. യൂണിറ്റ് സെൽ എന്താണ്? യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ the smallest repeating portion of a crystal lattice is called യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലുകളെ നമ്മൾ പ്രധാനം എത്ര തിരിച്ചു? രണ്ടായി തിരിച്ചു. ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ. രണ്ട് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഏതിന്റെ അടിസ്ഥാനത്തില്? ആ യൂണിറ്റ് സെല്ലില് എവിടെയെല്ലാം പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം പൊസിഷനിലാണ് പാർട്ടിക്കിൾസ് ഉള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ യൂണിറ്റ് സെൽ എത്ര തിരിച്ചു? രണ്ട്. പ്രിമിറ്റീവ് എന്നും സെന്റേർഡ് എന്നും. എന്താ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാല്? പാർട്ടിക്കിൾ പ്രസന്റ് ഓൺലി ഇൻ ദി കോർണേഴ്സ്. ഇവിടെ മാത്രമേ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ എങ്കിൽ, യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ പറഞ്ഞ പേരാണ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ. അപ്പൊ എന്താ സെന്റേർഡ് എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് എവിടെ കാണണം? കോർണേഴ്സിൽ കാണണം. ഒപ്പം
മറ്റേതെങ്കിലും സെന്ററിലും യൂണിറ്റ് സെല്ലിന്റെ മറ്റേതെങ്കിലും സെന്റർ, ദാറ്റ് മീൻസ് ഫേസ് സെന്റർ ആകാം, ബോഡി സെന്റർ ആകാം, എൻഡ് സെന്റർ ആകാം, മറ്റേതെങ്കിലും സെന്ററിലും കൂടെ പാർട്ടിക്കിൾ പ്രസന്റ് ആണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് സെന്റർ യൂണിറ്റ്സ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് ടൈപ്പ് യൂണിറ്റ്സ്, പ്രിമിറ്റീവ് ആയിക്കോട്ടെ സെന്റേഡ് ആയിക്കോട്ടെ, എവിടെ പാർട്ടിക്കിൾ നിർബന്ധമായി വേണം, കോർണേഴ്സിൽ പാർട്ടിക്കിൾ നിർബന്ധമായിട്ടും വേണം. ഇനി സെന്റേഡ് യൂണിറ്റ് സെല്ലില് ഏത് സെന്ററിലാണ് പാർട്ടിക്കിൾ പ്രസന്റ് ആകുന്ന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു 3. ഇതൊക്കെയാണ് ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ് ആൻഡ് ദെൻ എൻഡ് സെന്റേഡ്. എന്താ ബോഡി സെന്റേഡ് എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് എവിടെ കാണണം, കോർണറിൽ കാണണം, പ്ലസ് എവിടെയും കാണണം, ബോഡിയുടെ സെന്ററിലും കാണണം, കോർണേഴ്സിൽ കാണണം, അപ്പൊ എവിടെയും കാണണം, ബോഡിയുടെ സെന്ററിലും കാണണം. ദെൻ ഫേസ് സെന്റേഡ്. എന്താ ഫേസ് സെന്റേഡ് എന്ന് പറഞ്ഞാല് കോർണേഴ്സിൽ കാണണം, അതുപോലെ തന്നെ സെന്റേഴ്സ് ഓഫ് ഈച്ച് ഫേസ്, ഓരോ ഫേസിന്റെ സെന്ററിലും ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എന്ത് പറയാം, ഫേസ് സെന്റേഡ്. അപ്പൊ എന്താ എൻഡ് സെന്റേഡ് എന്ന് പറഞ്ഞാല് കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാകും, പ്ലസ് പിന്നെ ഇവിടെ ഉണ്ടാകും ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽ എന്ന്. അടുത്ത് നോക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ക്രിസ്റ്റൽ സിസ്റ്റം. അതായത് നമ്മള് യൂണിറ്റ് സെല്ലിൽ പ്രധാനമായും 2 ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ്, ഒന്ന് യൂണിറ്റ് സെല്ലിൽ പ്രധാനമായ 3 ഡിസ്റ്റൻസുകളുണ്ട്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യും A, B ആൻഡ് C. അതുപോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ. അറിയാലോ. അപ്പൊ ഈ ഡിസ്റ്റൻസിന്റെയും ആംഗിൾസിന്റെയും വാല്യൂ ഉണ്ടാകുന്ന ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യൂസ് ഓഫ് 3 distances and 3 angles of unit cell, നമ്മുടെ യൂണിറ്റ് സെല്ലിനെ പ്രധാനമായും 7 ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ പ്രസന്റ് ആണെന്ന് പറയാൻ പറ്റും. ഏതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഡിസ്റ്റൻസിന്റെയും ആംഗിൾസിന്റെയും വേരിയേഷൻ, ഡിസ്റ്റൻസിന്റെയും യൂണിറ്റ് സെല്ലാതുപോലെ ഡിസ്റ്റൻസിന്റെയും ആംഗിൾസിന്റെയും വേരിയേഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായും 7 ടൈപ്പ് യൂണിറ്റ് സെൽ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നോക്കിയിരിക്കുന്നത്, ഓരോന്നായി പഠിക്കാം. ഒന്നാമത് ക്യൂബിക് യൂണിറ്റ് സെൽ. നമ്മളെ 7 പറഞ്ഞു കഴിയുമ്പോഴേക്കും വളരെ കൃത്യമായി പറയാൻ കഴിയണം. ആ രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് 7 യൂണിറ്റ് സെല്ലുകൾ നമ്മൾ ഓർഡറിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, തിരിച്ചു പറയാനായിട്ട് കഴിയണം. ക്യൂബിക് യൂണിറ്റ് സെൽ നമ്മൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് ചെയ്യുന്നത്, ഡിസ്റ്റൻസിന്റെയും ആംഗിൾസിന്റെയും വേരിയേഷനെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം വളരെ വ്യക്തമായി പഠിക്കുക. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ല് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ 3 ഡിസ്റ്റൻസുകളും ഈക്വൽ ആണ്. എങ്ങനെ സൂചിപ്പിക്കാം, A ഈക്വൽ ടു B ഈക്വൽ ടു C. ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. A ഈക്വൽ ടു B ഈക്വൽ ടു C. ആംഗിൾ എന്ന് പറഞ്ഞാല് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ആംഗിൾസ് 3 ഈക്വൽ ആയിരിക്കും. ക്യൂബിന്റെ 3 ആംഗിൾ ഈക്വൽ ആയിരിക്കും. അത് ഏതിന് ഈക്വൽ ആയിരിക്കും, 90 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ, ഇതൊക്കെയാണ്. സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ, ഇവയൊക്കെയാണ് എക്സാമ്പിൾ ആയി പറയുന്നത്. ഇനി ഒരു കോളം കൂടെ ഒന്നിനകത്ത് ഞാൻ പറഞ്ഞു വെക്കാം, പിന്നെ അത് പറഞ്ഞു തരാം. ഇതിനുള്ള വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ വേരിയേഷൻ, നമ്മള് പ്രിമിറ്റീവ്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്, എൻഡ് സെന്റേഡ് എന്ന 4 ടൈപ്പ് യൂണിറ്റ് സെൽ പഠിച്ചു. അതിൽ ഏതൊക്കെ വേരിയേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെന്റേഡ് ഉണ്ട്, ഫേസ് സെന്റേഡ് ഉണ്ട്. പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെന്റേഡ് ഉണ്ട്, ഫേസ് സെന്റേഡ് ഉണ്ട്. അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പഠിക്കാനെ കുറിച്ചിട്ട് ലാസ്റ്റ് സെല്ലിൽ പോകുന്ന മാത്രമേ ഉള്ളൂ, ബാക്കി അവസാനം നമുക്ക് നോക്കാം. അപ്പോഴ് ആദ്യത്തെ യൂണിറ്റ് സെല്ല് മറക്കണ്ട. ഒന്നാമത്തെ യൂണിറ്റ് സെല്ല് ഏതാണ്, ക്യൂബിക്. ക്യൂബിക്കിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്, A ഈക്വൽ ടു B ഈക്വൽ ടു C, A ഈക്വൽ ടു B ഈക്വൽ ടു C, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ എന്തൊക്കെയാണ്, സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആണ്. ഏതൊക്കെ വേരിയേഷൻസ് ഉണ്ട്, പ്രിമിറ്റീവ്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ടെട്രഗണൽ. പേര് മറക്കണ്ട, ടെട്രഗണൽ. എന്താ സാധനം, ടെട്രഗണൽ. ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ടെട്രഗണൽ ആയാലും ആംഗിൾ സെയിം ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ഡിസ്റ്റൻസിൽ ചെറിയൊരു വ്യത്യാസം, അതായത് A ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C. ഈ കമ്പയർ പഠിക്കുന്നതായിരിക്കും എളുപ്പം. അതായത് തുപിക്കാകുമ്പോഴ് A ഈക്വൽ ടു B ഈക്വൽ ടു C. then ഒരു ഡിസ്റ്റൻസ് നോട്ട് ഈക്വൽ ആവാം. A ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C. ആംഗിൾ സെയിം തന്നെയാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ഇതിന് എക്സാമ്പിൾ പറയുന്നത്
വൈറ്റ് ടിൻ, ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ് ഇതിനൊക്കെ എക്സാമ്പിൾ ആയി പറയാൻ പറ്റും. എക്സാമ്പിൾ വൈറ്റ് ടിൻ, ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, എന്താണ് കാൽഷ്യം സൾഫേറ്റ്. ഇനി ഇതിലുള്ള വേരിയേഷൻസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രിമിറ്റീവ് ഉണ്ട്, ദെൻ ബോഡി സെന്റർ ഉണ്ട്. നമുക്ക് നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ യൂണിവേഴ്സൽ ഏതാണ്? ടെട്രഗണലാണ്. ഡിസ്റ്റൻസ് എങ്ങനെയാണ്? എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആംഗിൾ സെയിം ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. എക്സാമ്പിൾ എന്തൊക്കെയാണ്? വൈറ്റ് ടിൻ, ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ് വരുന്ന എക്സാമ്പിൾ. വേരിയേഷൻസ് ഏതൊക്കെയാണ്? പ്രിമിറ്റീവും ബോഡി സെന്റർ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് യൂണിവേഴ്സൽ ഓർത്തോറോംബിക്. അതാണ് ഓർത്തോറോംബിക്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓർത്തോറോംബിക് ആണ്. ഏതാണ്? ഓർത്തോറോംബിക്. ആംഗിൾ ഇതിൽ എന്ത് തന്നെയാണ്? ഈക്വൽ. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിളിൽ ചെറിയ വേരിയേഷൻ ഇല്ല, സോറി ഡിസ്റ്റൻസിൽ ചെറിയ വേരിയേഷൻ കൂടെ വരുന്നുണ്ട്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അപ്പം ഓർത്തോറോംബിക് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ഇതിന് എക്സാമ്പിൾ വളരെ എളുപ്പമാണ്. ഓർത്തോറോംബിക് എക്സാമ്പിൾ റോംബിക് സൾഫർ എക്സാമ്പിൾ ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ് എക്സാമ്പിൾ ആണ്. ദെൻ ബേരിയം സൾഫേറ്റ് എക്സാമ്പിൾ ആണ്. ഇതൊക്കെയാണ് റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. ഇതിനുള്ള വേരിയേഷൻസ് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. കൺഫ്യൂഷൻ ആയിട്ട് കാര്യമില്ല, നോക്കാവുന്ന കാര്യമുള്ളൂ. ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കുക. എത്ര സിസ്റ്റങ്ങളുണ്ട്? 7. 3 പഠിക്കാൻ വളരെ എളുപ്പമാണ്. പേര് മറന്നുപോലെ. ഇതൊക്കെയാണ് ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്. അതൊക്കെയാണ് പേര്. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്. നമുക്ക് ആംഗിൾസും ഡിസ്റ്റൻസും ആണ് പഠിക്കേണ്ടത്. ഞാനൊരു എളുപ്പത്തിൽ പറയാം. ഇത് മൂന്നും ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്. പേര് മറക്കുന്നത് ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്. ഇത് മൂന്നായാലും ആംഗിൾ സെയിം ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. മറക്കേണ്ട കാര്യമില്ല. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക് ഉടനെ പഠിക്കുക. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ 90. ആംഗിളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഡിസ്റ്റൻസ് നോക്കിയാൽ പോലെ ചെറിയൊരു ക്രമമായ വേരിയേഷൻ. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഒരു ഡിസ്റ്റൻസ് നോട്ട് ഈക്വൽ ആണ്, രണ്ട് ഡിസ്റ്റൻസ് നോട്ട് ഈക്വൽ ആയി. ക്രമമായ വേരിയേഷൻ അല്ലേ? പഠിച്ചുകൂടെ? ഒരിക്കലും ഞാൻ പറയാം. ക്യൂബിക് യൂണിറ്റ് സെൽ നമുക്ക് ബോർഡിലേക്ക് നോക്കാതെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ക്യൂബിക് യൂണിറ്റ് സെൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ആംഗിൾ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കുക. പലതവണ ആവർത്തിച്ച് പറയുന്ന എക്സാമ്പിൾ മനസ്സിലേക്ക് ഓടി വരും. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് വേണമെങ്കിൽ പറയാം, സിങ്ക് ബ്ലെൻഡ് പറയാം, കോപ്പർ പറയാം. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ എന്നൊക്കെ എക്സാമ്പിൾ ആയി പറയാം. വേരിയേഷൻസ് അവിടെ ഇരുന്നോട്ട് തൽക്കാലം പിന്നെ നമുക്ക് നോക്കാം. രണ്ടാമത്തത് ടെട്രഗണൽ. എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഒരു ഡിസ്റ്റൻസ് ഈക്വൽ അല്ല. ആംഗിൾ എന്താണ്? ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ആണ്. എക്സാമ്പിൾ വൈറ്റ് ടിൻ, ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ് ഒക്കെ എക്സാമ്പിൾ ആയി പറയാൻ പറ്റും. ദെൻ മൂന്നാമത്തെന്ന് പറഞ്ഞാല് ഓർത്തോറോംബിക്. ഡിസ്റ്റൻസ് മൂന്ന് ഈക്വൽ അല്ലാകും. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആംഗിൾ സെയിം. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. എക്സാമ്പിൾ എന്താണ്? ഓർത്തോയ്ക്ക് എളുപ്പമുണ്ട്. ഓർത്തോറോംബിക്, റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. ദെൻ നമുക്ക് നോക്കേണ്ടത് നാലാമത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാല് ഹെക്സഗണൽ. ഹെക്സഗണൽ പഠിച്ചതിനാകണം. ഡിസ്റ്റൻസ് ഇങ്ങനെയാണ്. എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. ഓർത്തോയ്ക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാല് ആംഗിൾ 120 ഡിഗ്രി കാണിക്കുന്ന ഒരേ ഒരു ലാറ്റിസ് ഏതായിരിക്കും? ഹെക്സഗണൽ ആണ്. ആംഗിൾ 120 ഡിഗ്രി കാണിക്കുന്ന ഒരേ ഒരു ലാറ്റിസ് ആര് മാത്രമാണ്? ഹെക്സഗണൽ ആണ്. ഇതിന് എക്സാമ്പിൾ ആയി പറയുന്നത് സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, ഗ്രാഫൈറ്റ് ഒക്കെ എക്സാമ്പിൾ ആയി പറയാം. ഇതൊക്കെയാണ് സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, ഗ്രാഫൈറ്റ്. ഇതിന് പോസിബിൾ വേരിയേഷൻ പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ നോക്കേണ്ട കാര്യം പിന്നെ നോക്കാം.
അപ്പം അടുത്ത ലാറ്റിസ് ഏതാണ്? ഹെക്സഗണൽ ആണ്. ഹെക്സഗണലിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക? എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90, ഗാമ ഈസ് ഈക്വൽ ടു 120. ഓർക്കേണ്ട കാര്യം ആംഗിൾ 120 വരുന്ന ഒരേ ഒരു ലാറ്റിസ് ആര് മാത്രമാണ്? ഹെക്സഗണൽ ആണ്. എക്സാമ്പിള് സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, ഗ്രാഫൈറ്റ് ഇവയൊക്കെയാണ്. ഏത് ലാറ്റിസേ ഉള്ളൂ? പ്രിമിറ്റീവ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻ. ദെൻ അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് സെൽ എന്ന് പറഞ്ഞാൽ ട്രൈഗണൽ. പേര് ഒന്ന് മറന്നു പോകരുത്. ട്രൈഗണൽ അല്ലെങ്കിൽ പറയുന്ന പേര് റോംബോഹീഡ്രൽ. ട്രൈഗണൽ എന്ന് പറയും റോംബോഹീഡ്രൽ. ട്രൈഗണൽ എന്ന് പറയും റോംബോഹീഡ്രൽ. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ക്യൂബിക്കിന്റെ പോലെ തന്നെ ഒരു കുഞ്ഞു വേരിയേഷനേ ഉള്ളൂ. നോക്കാം. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ക്യൂബ് പോലെ തന്നെ വേരിയേഷൻ ഇല്ല. ആംഗിൾ നോക്കാം. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ. ക്യൂബ് വ്യത്യാസമല്ല, ബട്ട് നോട്ട് ഈക്വൽ ടു 90. അതാണ് ഇവിടുത്തെ വേരിയേഷൻ. ഇപ്പൊ ട്രൈഗണലാകുമ്പോഴാണ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ, ബട്ട് നോട്ട് ഈക്വൽ ടു 90. അതാണ് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് കാൽസൈറ്റ്, ദാറ്റ് മീൻസ് കാൽഷ്യം കാർബണേറ്റ്. അതുപോലെ തന്നെ സിന്നബാർ, HgS. ഇതിനുള്ള വേരിയേഷൻ ഇത് മാത്രം, പ്രിമിറ്റീവ് മാത്രം. ഇത് മാത്രമേ വേരിയേഷൻ ഉള്ളൂ, പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പം അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂണിസെൽ എന്ന് പറഞ്ഞാൽ ട്രൈഗണൽ അല്ലെങ്കിൽ റോംബോഹീഡ്രൽ. ഓർക്കുക, ട്രൈഗണൽ ഓർക്കുക, ക്യൂബ് പോലെ തന്നെ കുഞ്ഞു വേരിയേഷൻ. A equal to B equal to C, alpha equal to beta equal to gamma not equal to 90. Alpha equal to beta equal to gamma but not equal to 90. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കാൽസൈറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സിന്നബാർ, HgS. മെർക്കുറിയുടെ ഓറാണ് സിന്നബാർ, മെർക്കുറിയുടെ ഓറാണ് സിന്നബാർ, HgS. ഏത് വേരിയേഷൻ മാത്രമേ ഉള്ളൂ? പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര ടൈപ്പായി? 5 ടൈപ്പ്. രണ്ടും ഒരുമിച്ച് പഠിക്കുക. ആദ്യത്തെ മൂന്നെണ്ണം ഒരുമിച്ച് പഠിക്കുക, കാരണം അതിന്റെ ആംഗിൾസ് എന്താണ്? സെയിം ആണ്. ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് ചെയ്ത് പഠിക്കണം. ഇനി എത്ര ടൈപ്പ് കൂടെ ഉണ്ട്? 2 എണ്ണം കൂടെ. ആറാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് സെൽ എന്ന് പറഞ്ഞാല് മോണോക്ലിനിക്. പേര് മറന്നു പോകരുത്, മോണോക്ലിനിക്. ഇനി പറയുന്ന 2 എണ്ണത്തിലും ഡിസ്റ്റൻസുകളൊന്നും തന്നെ ഈക്വൽ അല്ല. ദാറ്റ് ഈസ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. A not equal to B not equal to C. A not equal to B not equal to C. Alpha equal to gamma equal to 90 degree. Beta not equal to 90 degree. ഇവിടെ പഠിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആംഗിളിന്റെ ഓർഡർ പറയുന്നത് ആൽഫ ബീറ്റ ഗാമ, ആൽഫ ബീറ്റ ഗാമ, ആ ഓർഡറിലേ പറയാവുള്ളൂ. പക്ഷെ ഇവിടെ ആംഗിളിന്റെ ഓർഡർ മാറ്റി പറയുന്ന ഒരേ ലാറ്റിസ് മോണോക്ലിനിക് മാത്രമാണ്. ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ബട്ട് ബീറ്റ നോട്ട് ഈക്വൽ ടു 90. ഇതിന് എക്സാമ്പിൾ പറയുന്നത് ഓർക്കാൻ എളുപ്പമുണ്ട്. മോണോക്ലിനിക് സൾഫർ. ആരാണ്? മോണോക്ലിനിക് സൾഫർ ഉണ്ട്. പിന്നെ സോഡിയം സൾഫേറ്റ്, Na2SO4 10H2O, Na2SO4 10H2O. ഇതിനുള്ള വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവും എൻഡ് സെന്റേഡ്. ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് ആൻഡ് എൻഡ് സെന്റേഡ്. പ്രിമിറ്റീവ് ആൻഡ് ഒരിക്കൂടെ പറയാം മോണോക്ലിനിക്. ഇനി പറഞ്ഞ 2 ലാറ്റിസിലും ഡിസ്റ്റൻസ് ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90, ബീറ്റ നോട്ട് ഈക്വൽ ടു 90. അങ്ങനെ ഓർഡർ മാറ്റി പറയുക, മനസ്സിലായി? ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90, ബീറ്റ നോട്ട് ഈക്വൽ ടു 90. എക്സാമ്പിള് മോണോക്ലിനിക് സൾഫർ, സോഡിയം സൾഫേറ്റ്, Na2SO4 10H2O. ഉള്ള വേരിയേഷൻ പ്രിമിറ്റീവും എൻഡ് സെന്റേഡ്. ഇനി ഒരു ടൈപ്പ് സെറ്റ് കൂടെ ഉള്ളൂ. ഏതാണ്? ട്രൈക്ലിനിക്. ഏഴാമത്തെ ടൈപ്പ് ഓഫ് യൂണിസെൽ ഏതാണ്? ട്രൈക്ലിനിക്. ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞ ആദ്യമേ പറഞ്ഞു. ഇനി പറഞ്ഞ 2 ഡിസ്റ്റൻസ് ഒന്നും ഇതല്ല, ഈക്വൽ അല്ല. അപ്പൊ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആംഗിളും ഒന്നും ഈക്വൽ അല്ല. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. ക്യൂബിക്കിൽ എല്ലാം ഈക്വൽ ആയിരുന്നുവെങ്കിൽ ഏറ്റവും അവസാനം ട്രൈക്ലിനിക് ഒന്നും ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എക്സാമ്പിളാണ്. ഒന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, K2Cr2O7. ദെൻ ബ്ലൂ വിട്രിയോൾ. കേട്ടിരിക്കും ബ്ലൂ വിട്രിയോൾ. എന്താ ഫോർമുല?
വെരി ഗുഡ്. CuSO4 5H2O. അതിന്റെ പേരെന്താണ്? കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ്. കോമൺ നെയിം ബ്ലൂ വിട്രിയോൾ. പിന്നെ എക്സാമ്പിൾ ഉണ്ട് ഓർത്തോബോറിക് ആസിഡ്. പ്ലസ് പഠിച്ചൊരു ടോപ്പിക്കാണ് ഓർത്തോബോറിക് ആസിഡ് H3BO3. ഇതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് മാത്രമേ പോസിറ്റീവ് വേരിയേഷൻ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ, പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അതായത് അവസാനത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ്സിൽ ഏതാണ്? ട്രൈക്ലിനിക് ആണ്. ഡിസ്റ്റൻസ് എങ്ങനെയാണ്? A not equal to B not equal to C. ആംഗിൾ എങ്ങനെയാണ്? ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ 90 ഡിഗ്രി ആണ്. എക്സാമ്പിൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ബ്ലൂ വിട്രിയോള്, ഓർത്തോബോറിക് ആസിഡ്. എയർലൈൻസ് മാത്രമേ ഉള്ളൂ, പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പൊ 7 ടൈപ്പ് യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ 7 പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി പറയാൻ പറ്റും. ഞാൻ കമ്പയറാണ് പറഞ്ഞത്. ഒരിക്കലും എക്സാമിന് ചോദിക്കുന്നത് പ്രിമിറ്റീവ് അല്ലെങ്കിൽ ക്യൂബിക്കിന്റെ വേരിയേഷൻസ് ഞാൻ പറയില്ല. എക്സാമിന് ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാല് ഇപ്പൊ A equal to B equal to C, alpha equal to beta equal to gamma not equal to 90. Which type of unit cell is this? ഏത് ടൈപ്പ് യൂണിറ്റ് സെൽ ആണ് അത് എഴുതാൻ കഴിയണം. അതിന് എക്സാമ്പിൾ കൊടുക്കാൻ കഴിയണം. അതിന് ഏതൊക്കെ വേരിയേഷൻസ് എന്ന് പറയാൻ കഴിയണം. അതെന്നെ പറയാൻ നോക്കിയിരിക്കും. അതാണ് നമുക്ക് ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 7 യൂണിറ്റ് സെല്ലും വളരെ ധാരണയോട് വളരെ കൃത്യമെന്ന് പറയാൻ കഴിയണം. പറ്റും. പേരുകൾ ആദ്യം പഠിക്കുക, മറന്ന് ഓർഡർ തന്നെ പഠിക്കുക. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോമിക്. 3 പറഞ്ഞു. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോമിക്. ഇത് 3 ഓർഡർ തന്നെ പഠിക്കുക. ക്യൂബിക് ആവുമ്പോൾ എങ്ങനെയാണ്? A equal to B equal to C, alpha equal to beta equal to gamma equal to 90 degree. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് പറയാം, സിങ്ക് ബ്ലെൻഡ് പറയാം, കോപ്പർ പറയാം. ഏതൊക്കെ വേരിയേഷൻസ് ഉണ്ട്? പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെന്റർ ഉണ്ട്, ഫേസ് സെന്റർ ഉണ്ട്. ഇത് നോട്ടേ. ദെൻ രണ്ടാമത്തത് ഓർത്തോറോമിക്, ടെട്രഗണൽ. രണ്ടാമത്തേതാണ് ടെട്രഗണൽ. ഡിസ്റ്റൻസിൽ ചെറിയൊരു വേരിയേഷൻ. A equal to B not equal to C. ആംഗിൾ എന്താണ്? ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ വൈറ്റ് ടിൻ, ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ്. ഇതിനടുത്തത് ഓർത്തോറോമിക്. ഡിസ്റ്റൻസ് ചെറിയൊരു വേരിയേഷൻ കൂടെ. A not equal to B not equal to C. ആംഗിൾ സെയിം തന്നെയാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 തന്നെയാണ്. എക്സാമ്പിൾ ഓർക്കുക റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സിന്തറ്റിക്. എക്സാമ്പിൾ ഇത് 3 ഒരുമിച്ച് പഠിക്കണം. അതിന്റെ വ്യത്യാസം, അതിന്റെ സാമ്യത എന്താണ്? ആംഗിൾസ് സെയിം ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ഡിസ്റ്റൻസിൽ ക്രമമായ വേരിയേഷൻ. A equal to B equal to C, A equal to B not equal to C, A not equal to B not equal to C. ഓർക്കാൻ പറ്റുമല്ലോ. ഇതിനടുത്ത് 4ാമത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഏതാണ്? ഹെക്സഗണൽ. ഇവിടെ ഓർക്കുക, ഹെക്സഗണൽ എന്ന പേരൊക്കെ ഓർക്കുക. ആംഗിൾ 120 വരുന്ന ഒരു രണ്ട് സൈഡ് മാത്രമാണ്. ഹെക്സഗണൽ ആണ്. അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ പറയാം? A equal to B not equal to C, alpha equal to beta equal to 90 degree, gamma is equal to 120. എക്സാമ്പിൾ സിങ്ക് ഓക്സൈഡ് പറയാം, കാഡ്മിയം സൾഫൈഡ് പറയാം, ഗ്രാഫൈറ്റ് പറയാം. ദെൻ 5ാമത്തെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ട്രൈഗണൽ അല്ലെങ്കിൽ റോംബോഹെഡ്രൽ. പേര് പെട്ടെന്ന് ഓർമ്മ വരണം. ഇത് ക്യൂബിക് പോലെ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസം. എന്താ വ്യത്യാസം? ആംഗിൾ നോട്ട് ഈക്വൽ 90. എങ്ങനെ പറയപ്പെടുക? ഡിസ്റ്റൻസ് A equal to B equal to C, alpha equal to beta equal to gamma but not equal to 90. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കാൽസൈറ്റ്, സിന്നബാർ. ഇതിനടുത്തത് ലാസ്റ്റ് 2 ടൈപ്പ് കൂടെ ഉണ്ട്. രണ്ടിലും ഡിസ്റ്റൻസ് ഒന്നും ഈക്വൽ അല്ല. മോണോക്ലിനിക്. A not equal to B not equal to C, alpha equal to gamma equal to 90, beta not equal to 90. അവിടെ ഓർക്കണം, ആംഗിളിന്റെ ഓർമ്മ പറയുന്ന ആൽഫ ബീറ്റ ഗാമ. ആ ഓർഡർ മാറി പറയുന്ന ഒരേലായിട്ട് സാധ്യത മാത്രമാണ് മോണോക്ലിനിക് മാത്രമാണ്. എക്സാമ്പിൾ മോണോക്ലിനിക് സൾഫർ, സോഡിയം സൾഫേറ്റ്, NaOH2O. ലാസ്റ്റ് വൺ ട്രൈക്ലിനിക്. ഒന്നും ഈക്വൽ അല്ല. A not equal to B not equal to C, alpha not equal to beta not equal to gamma not equal to 90. എക്സാമ്പിൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ്, പെന്റാഹൈഡ്രേറ്റ് മീൻസ് ബ്ലൂ വിട്രിയോൾ, then ഓർത്തോബോറിക് ആസിഡ് H3BO3. അപ്പൊ നിങ്ങൾക്ക് ധാരണ വന്ന കാര്യമാണ്, പഠിക്കാനായിട്ട് പറ്റണം. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. 1-2 കൂടെ പറഞ്ഞു പോകാം. കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതാണ്? ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്ത് കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതാണ്? കാണാൻ തന്നെ അറിയാം. കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ മീൻസ് എല്ലാം ഈക്വൽ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വന്നു. കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ, എല്ലാം ഈക്വൽ. ആരായിരിക്കും? ക്യൂബിക് യൂണിറ്റ് സെൽ. അതായത് കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആയിട്ടുള്ള യൂണിറ്റ് സെൽ ഏതാണ്? ക്യൂബിക് യൂണിറ്റ് സെൽ ആണ്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി അൺസിമെട്രിക്കൽ ആരായിരിക്കും? ഒന്നും ഈക്വൽ അല്ലാത്തത്. ആൻസർ നമുക്ക് കിട്ടിക്കാണല്ലേ? അതായത് ട്രൈക്ലിനിക്.
കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആയിട്ടുള്ള യൂണിറ്റ് സെൽ ഏതാണ്? ക്യൂബിക്കും. കംപ്ലീറ്റ്ലി അൺസിമെട്രിക്കൽ ആരാണ്? ട്രൈക്ലിനിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഈ മാച്ച് ബോക്സ് തീപ്പെട്ടി അറിയാലോ, അതിന്റെ ആകൃതിയുള്ള യൂണിറ്റ് സെൽ ഏതാണ്? ഓർത്ത് വെച്ചേക്കണം, ഓർത്തോറോംബിക് ആണ്. മാച്ച് ബോക്സ് തീപ്പെട്ടിയുടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒരിക്കലും എന്തല്ല ഈക്വൽ, പക്ഷെ ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. റെക്ടാങ്കുലർ ബോക്സ് ആണ് സാധനം. അപ്പം മാച്ച് ബോക്സിന്റെ ആകൃതിയുള്ള യൂണിറ്റ് സെൽ ഏതാണ്? ഓർത്തോറോംബിക് ആണ്. കൺഫ്യൂഷൻ ഉണ്ടോ? ക്വസ്റ്റിനെ പറഞ്ഞത് കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ യൂണിറ്റ് സെൽ ക്യൂബിക്, കംപ്ലീറ്റ്ലി അൺസിമെട്രിക്കൽ ആരാണ്? ട്രൈക്ലിനിക്. മാച്ച് ബോക്സിന്റെ ഷേപ്പുള്ള യൂണിറ്റ് സെൽ ഏതാണ്? ഓർത്തോറോംബിക്. നമുക്ക് നോക്കുന്നത് ഇനി നമുക്ക് പോസിബിൾ വേരിയേഷൻസിലേക്ക് വരാം. ഇത് എണ്ണി നോക്കിയാൽ പഠിക്കാം. എണ്ണി നോക്കി എത്ര ആണുണ്ടോ തന്നെ നോക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അതായത് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കൂടെ മൊത്തം 14 വേരിയേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. മൊത്തം 7 ക്രിസ്റ്റൽ സിസ്റ്റമാണ് നമ്മുടെ യൂണിവേഴ്സിലുള്ളത്. ആ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കൂടെ എത്ര വേരിയേഷൻ പോസിബിൾ ആണ്? 14 വേരിയേഷൻസ് ആണ് പോസിബിൾ. 14 വേരിയേഷൻസേ പോസിബിൾ ഉള്ളൂ. ഈ 14 വേരിയേഷൻസിനെയും ചേർത്ത് ഒരു പേര് പറയും. ഓർത്ത് വെച്ചേക്കുക, ബ്രാവിസ് ലാറ്റിസ്. There are only 14 3-dimensional lattices are present. അതായത് മൊത്തത്തിൽ 14 3-dimensional ലാറ്റിസുകളെ പ്രസന്റ് ആയിട്ടുള്ളൂ. അവയെ ഒരുമിച്ച് പറഞ്ഞ പേരാണെന്നോ സാധനം ബ്രാവിസ് ലാറ്റിസ്. മാത്തമെറ്റീഷ്യൻ ആണ് ബ്രാവിസ്. പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ന് പറയുന്ന ബ്രാവിസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അതായത് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കൂടെ മൊത്തം 14 വേരിയേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. ആ 14 വേരിയേഷൻസിനെയും ചേർത്ത് പറഞ്ഞ പേരാണെന്നോ സാധനം ബ്രാവിസ് ലാറ്റിസ്. ഇത് പറയും ബ്രാവിസ് ലാറ്റിസ്. മറന്നു പോകരുത്, ബ്രാവിസ് ലാറ്റിസ്. ഇതിന് എങ്ങനെ പഠിക്കും നോക്കാം. ഞാൻ എന്റേതായ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൊത്തം എത്ര വേരിയേഷൻസ് നമുക്കറിയാം? 14. എല്ലാ ക്രിസ്റ്റൽ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്തുമുള്ള ഒരു വേരിയേഷൻ ഉണ്ട്. ഏതാ നോക്കി പറഞ്ഞേ. കിടപ്പുണ്ട്. ഏതാ? പ്രിമിറ്റീവ്, 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 പ്രിമിറ്റീവ്. ഇപ്പൊ 7 പേർക്ക് എന്തുണ്ട്? പ്രിമിറ്റീവ് ഉണ്ട്. അതായത് എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്തും പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഏതാണ്? പ്രിമിറ്റീവ്. അപ്പൊ എത്ര എണ്ണമായി? 7 എണ്ണമായി. അപ്പൊ എത്ര എണ്ണമായി? 7 എണ്ണമായി. ആയില്ലേ? മൊത്തം എത്രയാ ഉള്ളത്? 14. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രിമിറ്റീവ് സെന്റേർഡ് 3 ടൈപ്പ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. മൊത്തം എത്രയാണുണ്ട്? 4. ഈ 4 വേരിയേഷൻസ് ഉള്ള ഒരു യൂണിറ്റ് സെൽ ഉണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എല്ലാവർക്കും ഉള്ളത് ആരാണ്? പ്രിമിറ്റീവ് ആണ്. 4 വേരിയേഷൻ, ഓൾ വേരിയേഷൻസ് ആർ പോസിബിൾ. എല്ലാ വേരിയേഷൻസും പോസിബിൾ ആയിട്ടുള്ള യൂണിറ്റ് സെൽ ഏതാ? കാണുന്നത് അറിയാം, ഓർത്തോറോംബിക്. എത്രയാണ്? ഓർത്തോറോംബിക്. എത്ര വേരിയേഷൻസ് ഉണ്ട്? 4 വേരിയേഷൻസ് ഉണ്ട്. പ്രിമിറ്റീവ് മാറ്റിയാൽ 1, 2, 3. അപ്പൊ എത്ര എണ്ണമായി? 10 ആയില്ലേ? നിമിഷം 4 കൂടെയല്ലേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്തുമുള്ള വേരിയേഷൻ ഏതാണ്? പ്രിമിറ്റീവ്. അപ്പൊ 7 എണ്ണമായി. എല്ലാ വേരിയേഷനും പോസിബിൾ ആയ യൂണിറ്റ് സെൽ ഏതാണ്? ഓർത്തോറോംബിക്. അപ്പൊ അത് 4 എണ്ണം ഉണ്ട്. പ്രിമിറ്റീവ് നേരത്തെ കൗണ്ട് ബാക്കി 3, 7, 3, 10 ആയി. ഇനി 4 എണ്ണം ഉണ്ട്. ഞാൻ ആദ്യം പഠിച്ച ക്യൂബിക്. ക്യൂബിക്കിന് മറന്നുപോയി. ക്യൂബിക്ക് പഠിക്കേണ്ട സാധനമാണ്. ക്യൂബിക്കിന് 3 ടൈപ്പ് വേരിയേഷൻ പോസിബിൾ ആണ്. പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്. ക്യൂബിക്കിന് ഏതൊക്കെ പോസിബിൾ ആണ്? പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്. ഒക്കെയാണ് പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്. പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്. അപ്പൊ പ്രിമിറ്റീവ് നേരത്തെ കൗണ്ട് ചെയ്തു. അതുകൊണ്ട് മിച്ച 2 എണ്ണം കൂടെ ഉണ്ട്. എത്രയായി? 12 ആയില്ലേ? 2 എണ്ണം കൂടെ അല്ലേ മിച്ചുള്ളൂ. തുടർന്ന് നിന്ന് രണ്ടാമത്തെ യൂണിറ്റ് സെൽ, അതായത് ക്യൂബിക്കിനാണ് ടെട്രഗണൽ. അതിനൊരു വേരിയേഷൻ കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് ബോഡി സെന്റേർഡ്. എന്തുകൂടെ ഉണ്ട്? ബോഡി സെന്റേർഡ്. ദാറ്റ് മീൻസ് ഒന്നും കൂടെ ആഡ് ചെയ്യാമല്ലോ. തീർന്ന ആരാണ്? ട്രൈക്ലിനിക്. അതിന്റെ മേളിലേക്ക് രണ്ടാമത്തെ ആരാണ്? മോണോക്ലിനിക്. അതിനൊരു വേരിയേഷൻ കൂടെ ഉണ്ട്. എൻഡ് സെന്റേർഡ്. 14 ആയില്ലേ? അപ്പൊ ഓർമ്മിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. തുടങ്ങുന്ന രണ്ടാമത്തെ സാധനം ടെട്രഗണൽ. ഒരെണ്ണം കൂടെ ഉണ്ട് വേരിയേഷൻ. ഏതാണ്? ബോഡി സെന്റേർഡ്. തീരുന്നത് ട്രൈക്ലിനിക്. അത് തൊട്ട് മുകളിലെ സാധനം മോണോക്ലിനിക്, രണ്ടാമത്തത്. അതൊരു വേരിയേഷൻ കൂടെ സാധനം എൻഡ് സെന്റേർഡ്. 14 ആയില്ലേ? വേരിയേഷൻ പഠിച്ചൂടെ? നമുക്കൊരു ധാരണ കിട്ടി കാണും. അപ്പൊ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കൂടെ മൊത്തം 14 വേരിയേഷൻസ് ആണ് പോസിബിൾ ഉള്ളത്. ആ 14 വേരിയേഷൻസിനെയും ചേർത്ത് പറഞ്ഞ പേരെന്താണ്? ബ്രാവിസ് ലാറ്റിസ്. ഇത് പറയും, ഓർത്ത് വെച്ചേക്കുക. ആ 14 ചേർത്ത് പറഞ്ഞ പേരെന്താണ്? ബ്രാവിസ് ലാറ്റിസ്. ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ് ബ്രാവിസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? അതായത് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കൂടെ മൊത്തം 14 വേരിയേഷൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. അതിന് പറഞ്ഞ പേരാണല്ലോ സാധനം ബ്രാവിസ് ലാറ്റിസ്. ഇത് പറയും ബ്രാവിസ് ലാറ്റിസ്. സംശയമുണ്ടോ?
ഇനി അതെങ്ങനെ 7 14 എങ്ങനെ പഠിക്കുന്നതാണ്. നമ്മുടെ 7 ക്രിസ്റ്റൽസ് നമ്മുടെ ഓർഡറിലുണ്ട്. ഏതൊക്കെയാണ്? ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, ട്രയഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്തും പോസിബിൾ ആയ വേരിയേഷൻ ഏതാണ്? പ്രിമിറ്റീവ് ആണ്. എല്ലാവർക്കും ഇല്ലേ? അപ്പൊ 7 ഇനി എല്ലാ വേരിയേഷൻ പോസിബിൾ ആയ ലാറ്റിസ് ഏതാണ്? ഓർത്തോറോംബിക് ആണ്. ഇപ്പൊ 4 ഉണ്ട്. പ്രിമിറ്റീവ് മാറ്റിയാൽ ബാക്കി 3 7 3 10 ബാക്കി 4 ഉള്ളൂ. അതായത് ക്യൂബിക്കിന് 3 ഉണ്ട്, പഠിച്ചു വയ്ക്കണം. പ്രിമിറ്റീവ്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റർ. പിന്നെ നമ്മൾ കൗണ്ട് ചെയ്തതായി 12 പിന്നെ 2 തുടങ്ങുന്ന 2ാമത്തെ സ്ഥാനം ടെട്രഗണൽ, ഒരെണ്ണം കൂടെ വരണം ബോഡി സെന്റേഡ്. തീരുന്ന 2ാമത്തെ സ്ഥാനം മോണോക്ലിനിക്, ഒരെണ്ണം കൂടെ വരണം ലിംബ് സെന്റേഡ്. കൺഫ്യൂഷൻ ഉണ്ടോ? 14 വേരിയേഷൻസ് പഠിച്ചൂടെ? ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞത് തന്നെയാണ്. 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്തും പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഏതാണ്? ആൻസർ നിങ്ങളെ ഉണ്ട്. എന്താ സാധനം? പ്രിമിറ്റീവ്. എല്ലാ വേരിയേഷനും പോസിബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റിസ് ഏതാണ്? ഓർത്തോറോംബിക്. ഓർത്തോറോംബിക്കിന് എല്ലാ വേരിയേഷനും പോസിബിൾ ആണ്. പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെന്റർ ഉണ്ട്, ഫേസ് സെന്റർ ഉണ്ട്, ലിംബ് സെന്റർ. ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റം. വളരെ വ്യക്തമായി പഠിക്കുക. അടുത്ത നോക്കേണ്ടത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ക്യൂബിക് യൂണിറ്റ്സ്. ഒരു ക്യൂബിക് യൂണിറ്റ്സിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് പാർട്ടിക്കിൾ കാൽക്കുലേഷൻ ഇൻ ക്യൂബിക് യൂണിറ്റ്സ്. നമുക്കറിയാം ക്യൂബിന് എത്ര വേരിയേഷൻ ഉണ്ട്? 3 വേരിയേഷൻ. ഇതൊക്കെയാണ് പ്രിമിറ്റീവ്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ. പ്രിമിറ്റീവ് അല്ലെങ്കിൽ പറഞ്ഞ പേരെന്താണ്? സിമ്പിൾ. അത് നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസ് SCC. പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസ് SCC. പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസ് പറഞ്ഞ പേരെന്താണ്? SCC. എന്താണ് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ? പാർട്ടിക്കിൾ പ്രസന്റ് ഓൺലി ഇൻ ദി കോർണേഴ്സ്. പാർട്ടിക്കിൾസ് ഇവിടെ മാത്രമേ പാടുള്ളൂ, കോർണേഴ്സിൽ മാത്രമേ പാടുള്ളൂ. ഇതാണ് ഒരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ്സ്. ഒരു ക്യൂബിന്റെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്യൂബിന് സ്വന്തമായി എത്ര പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ യൂണിറ്റ്സിൽ എത്ര, അതായത് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസിന് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോ കോർണറിലെയും പാർട്ടിക്കിൾസ് എത്ര ക്യൂബിന് സ്വന്തമാണെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്കൊരു മാച്ച് ബോക്സ് എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു മാച്ച് ബോക്സ് ആണ്. ഈ മാച്ച് ബോക്സിന് 8 കോർണേഴ്സ് ആണ്. കാണാൻ മനസ്സിലാവും. 1 2 3 4 5 6 7 8 കോർണേഴ്സ് ആണ്. പിന്നെ ഈ ഒരു കോർണറിൽ 8 കോർണറിൽ പാർട്ടികളാണെന്ന് വിചാരിക്കുക. ഈ ഒരു കോർണറിലെ പാർട്ടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണം. കണ്ടല്ലോ, ഒരു കോർണറിലെ പാർട്ടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എത്ര പ്ലേസ്? അതായത് ഒരു ക്യൂബാണ് സങ്കല്പിക്കുക. ഒരു ക്യൂബ് അല്ല, ഒരു ക്യൂബാണ് സങ്കല്പിക്കുക. ഒരു ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. കണ്ടല്ലോ, 1 2 3 4 5 6 7 8 കോർണേഴ്സ്. അതിലെ ഒരു കോർണറിലെ പാർട്ടിക്കിൾ മറ്റെത്ര ക്യൂബുകളുമായി ഷെയർ ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം. ഞാൻ അതിനെ അപ്പൊ ഒരു പാർട്ടിക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റൊരു ക്യൂബുമായിട്ട് ചേർത്ത് വയ്ക്കുന്നു. ഇപ്പൊ എത്ര ക്യൂബുമായിട്ട് ഷെയർ ചെയ്തു? 2 ക്യൂബുകളുമായിട്ട് ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. പക്ഷെ ആ പാർട്ടിക്കിൾ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. അടുത്തൊരു ക്യൂബുമായിട്ട് ചേർത്ത് വെച്ചു. ഈ പാർട്ടിക്കിൾ ഷെയർ ചെയ്തില്ലേ? ഇപ്പൊ എത്ര ക്യൂബിന് സ്വന്തമായി? 1 2 3. ഇപ്പോൾ നിങ്ങൾ പാർട്ടിക്കിൾ ഡിസിബിൾ ആണ്. ഇപ്പോഴും ചേർത്ത് വെച്ചു. ഇപ്പൊ എത്ര പാർട്ടിക്കിൾ ക്യൂബുകൾ ഷെയർ ചെയ്തു? 1 2 3 4. 4 ക്യൂബുകളുമായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോഴും ആ ഒരു പാർട്ടിക്കിൾ ഡിസിബിൾ ആണ്. അതായത് ഇപ്പൊ എത്ര പാർട്ടിക്കിളുമായിട്ട് എത്ര ക്യൂബുകൾ ഷെയർ ചെയ്തു? 4 ക്യൂബുകൾ ഷെയർ ചെയ്തു. ഇനി അടുത്തൊരു പാർട്ടിക്കിൾ ക്യൂബ് ഞാൻ വെച്ചു. ഇപ്പോഴും പാർട്ടിക്കിൾ വിസിബിൾ അല്ലേ? കാണുന്നില്ലേ? ആ കോർണറിലെ പാർട്ടിക്കിൾ ഉണ്ടല്ലോ. ഇപ്പൊ എത്ര ക്യൂബുകൾ ഷെയർ ചെയ്തു? 1 2 3 4 5. ഇപ്പൊ എത്ര ക്യൂബുകൾ ഷെയർ ചെയ്തു? 6. ഇപ്പോഴും നിങ്ങൾക്ക് പാർട്ടിക്കിൾ എന്താണ്? വിസിബിൾ ആണ്. അടുത്ത ഒരു ക്യൂബ് കൂടെ വെച്ചു. ഇപ്പോഴും പാർട്ടിക്കിൾ നിങ്ങൾക്ക് അവിടെ എന്താണ്? വിസിബിൾ അല്ലേ? ഇപ്പോൾ പാർട്ടിക്കിൾ വിസിബിൾ ആണോ? അല്ല. അതായത് ഇവിടെ 8 ക്യൂബുകളുമായിട്ട് ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ക്യൂബിന്റെ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ, ഒരു ക്യൂബിന്റെ ഒരു കോർണറിലുള്ള പാർട്ടിക്കിളിന് മറ്റ്8 ക്യൂബുകളുമായി ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു റൂമിന്റെ ഒരു കോർണർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റ് 7 റൂമുകൾ, ദാറ്റ് മീൻസ് ഒരു കോർണറായിക്കോട്ടെ മൊത്തം 8 റൂമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പങ്കുവയ്ക്കാൻ പറ്റും. മനസ്സിലായെന്നറിയില്ല. ഇവിടെ നോക്കുക. അതായത് സപ്പോസ് ഇതൊരു ക്യൂബാണെന്ന് വിചാരിക്കുക. ഒരു ക്യൂബിന്റെ ഒരു കോർണറിലെ പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ എത്ര ക്യൂബുകളുമായി ഷെയർ ചെയ്ത് നോക്കാം. ഒരു ക്യൂബ് ഷെയർ ചെയ്ത് ദാറ്റ് മീൻസ് 2 ക്യൂബുകളായി. 3 ക്യൂബുകളുമായി ഷെയർ ചെയ്തു. മൊത്തം 4 ക്യൂബുകൾ കോമൺ ആയി. 5 ക്യൂബുകൾ കോമൺ ആയി.
6 ക്യൂബുകൾ കോമൺ ആയി, 7 ക്യൂബുകൾ കോമൺ ആയി, 8 ക്യൂബുകൾ കോമൺ ആയി. ദാറ്റ് മീൻസ് ഒരു ക്യൂബിന്റെ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ 8 ക്യൂബുകൾക്ക് സ്വന്തമാണ്. ദാറ്റ് മീൻസ് ഒരു ക്യൂബിന് എത്ര ഉണ്ടാവുള്ളൂ? 8ന്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു ക്യൂബിന്റെ കോർണറിലുള്ള പാർട്ടിക്കിൾ 8 ക്യൂബുകൾക്ക് സ്വന്തമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഒരു ക്യൂബിന് എത്ര ഉണ്ടാകും? 8ൽ ഒരു ഭാഗം മാത്രമേ ഈ ക്യൂബിന് സ്വന്തമായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഈ കോർണർ പാർട്ടിക്കിൾ എത്ര ഉണ്ടാകും? 8ന്റെ ഒരു ഭാഗം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയായിരിക്കും? അതായത് ഒരു കോർണറിലെ, ഇവിടെ കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ. ഒരു കോർണറിലെ പാർട്ടിക്കിൾ 1/8 ആണ്. എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ്. അപ്പൊ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഒരു സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റലാറ്റിസിനകത്ത് 1 പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ. പറഞ്ഞു പോകരുത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ് എത്രയാണ്? 1. ഇതിനടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്യൂബിക് ക്യൂബ്സിൽ ഏതാണ്? ബോഡി സെന്റേർഡ്. ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ് സൂചിപ്പിക്കാൻ വേണമെങ്കിൽ PCC സൂചിപ്പിക്കാം. PCC. എന്താണ് ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ? പാർട്ടിക്കിൾസ് എവിടെ കാണണം? കോർണേഴ്സിൽ കാണണം, ഒപ്പം ബോഡിയുടെ സെന്ററിൽ. ഇതാണ് ഒരു ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ്. നിങ്ങൾ കാരണം ഒന്ന് കാണും, ബോഡി സെന്റേർഡ് മീൻസ് പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ഉണ്ട്? ആ ക്യൂബിന്റെ കോർണേഴ്സിലുണ്ട്, പ്ലസ് ബോഡിയുടെ സെന്ററിൽ. ചിന്തിക്കുക, ഒരു സ്ക്വയർ റൂം, ഒരു ക്യൂബിക്കൽ റൂം ആണെങ്കിൽ അതിന്റെ 8 കോർണേഴ്സ്, 8 മൂലകളുണ്ട്. ആ മൂലകൾ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആ റൂമിന്റെ നടുക്ക് ഒരു ഫാൻ തൂക്കിയിടുക, ഒരു ബോൾ തൂക്കിയിടുക. അതാണ് ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം, ഇവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൗണ്ട് ചെയ്യണം. നമുക്ക് നേരത്തെ പഠിച്ചു കഴിഞ്ഞു, കോർണറിലെ പാർട്ടിൽ എത്ര ക്യൂബിന് സ്വന്തമാണ്? 8 ക്യൂബിന് സ്വന്തമായതുകൊണ്ട് ഈ ക്യൂബിന് എത്ര ഉണ്ടാവുള്ളൂ? 8ൽ ഒരു ഭാഗം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കോർണേഴ്സ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കോർണേഴ്സ് എത്രയായിരിക്കും? 1/8 into 8 equal to 1 തന്നല്ലോ. ഇനി ബോഡി സെന്റർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ബോഡി സെന്റർ. ബോഡി സെന്ററിലെ പാർട്ടിക്കിൾ എത്ര ക്യൂബിൽ ഷെയർ ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ. അതായത് റൂമിന്റെ സെന്ററിലായിട്ട് ഒരു ബോൾ തൂക്കിയിട്ടാൽ മറ്റേതെങ്കിലും ക്യൂബിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ആ ബോഡിക്ക് അകത്ത് മാത്രം ഇരിക്കുന്ന സാധനമാണ്, ഷെയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതായത് ബോഡി സെന്ററിലെ പാർട്ടിക്കിൾ ആ ക്യൂബിന് മാത്രം സ്വന്തമാണ്. ദാറ്റ് മീൻസ് 1. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്രയായിരിക്കണം? 1 + 1 = 2. ഇവിടെ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആണ്. ബോഡി സെന്റേർഡ് ക്രിസ്റ്റലാറ്റിസിലെ ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്രയാണ്? 2. ഒരു ടൈപ്പ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ് കൂടെ ഉണ്ട്. ഏതാണ്? മൂന്നാമത്തത് ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ്. എങ്ങനെ സൂചിപ്പിക്കാം? FCC എന്ന് സൂചിപ്പിക്കാം. FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ്. നോക്കുക, ഇതാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ്. ഫേസിൽ നമുക്കറിയാം എവിടെയൊക്കെ പാർട്ടിക്കിൾസ് കാണപ്പെടും? കോർണേഴ്സിലും കാണപ്പെടും. അതുപോലെ തന്നെ ഓരോ ഫേസിന്റെയും സെന്ററിലും. കോർണേഴ്സിലും കാണപ്പെടും, എവിടെയും കാണപ്പെടും? ഓരോ ഫേസിന്റെയും സെന്ററിലും. കോർണേഴ്സിലൊക്കെ പാർട്ടിക്കിൾ ഉണ്ട്. ഫേസിന്റെ സെന്റർ, ഫേസ് സെന്റർ ഞാൻ ഡാർക്ക് ചെയ്തിരിക്കുകയാണ്, നോക്കിയിരിക്കുക. ഈ ഫേസിന്റെ സെന്റർ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു ഫേസ് ഉണ്ട്, അവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടുത്തെ ഫേസിന്റെ പാർട്ടിക്കിൾ ഇവിടെ. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഫേസ്, പുറകിലൊരു ഫേസ്. ഓരോ ഫേസിന്റെയും സെന്ററിൽ പാർട്ടിക്കിൾസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലാറ്റിസ്. ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൗണ്ട് ചെയ്യണം. നമുക്കറിയാം, ഫേസ് സെന്റർ ആണെങ്കിലും ഇൻഡസ് സെന്റർ ആണെങ്കിലും സിമ്പിൾ ക്യൂബിക് ആണെങ്കിലും കോർണറിലെ പാർട്ടിക്കിൾ എത്ര ക്യൂബിന് സ്വന്തമാണ്? 8 ക്യൂബുകൾക്ക് സ്വന്തമാണ്. അപ്പൊ ക്യൂബിന് എത്ര ഉണ്ടാവുള്ളൂ? 8ന്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കോർണേഴ്സ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കോർണേഴ്സ് എത്രയായിരിക്കും? 1/8 into 8 = 1. നമുക്കത് ഫേസ് ആണ് നോക്കാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ each phase, ഓരോ ഫേസിലെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഒരു ക്യൂബിന്റെ ഒരു ഫേസിലെ പാർട്ടിക്കിൾ, സപ്പോസ് ഇതൊരു ഫേസ് ആണെന്ന് വിചാരിക്കുക. ഈ ഫേസിലെ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര ക്യൂബ് ഷെയർ ചെയ്യാൻ പറ്റും? മറ്റൊരു ക്യൂബ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പാർട്ടിക്കിൾ കാണുന്നുണ്ടോ? അതായത് ഒരു ക്യൂബിന്റെ ഫേസ് സെന്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിള് മറ്റൊരു ക്യൂബും കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു ക്യൂബിന്റെ ഫേസ് സെന്ററിലെ പാർട്ടിക്കിൾ എത്ര ക്യൂബുകൾ സ്വന്തമാണ്? 2 ക്യൂബുകൾക്ക് സ്വന്തമാണ്. മനസ്സിലായെന്നറിയില്ല. അതായത് ഒരു ചുവര് കോമൺ ആക്കിക്കൊണ്ട്, ഒരു വാള് കോമൺ ആക്കിക്കൊണ്ട് 2 റൂമുകൾ നമുക്ക് വയ്ക്കാൻ പറ്റും.
ആ രണ്ട് റൂമിനും ആ വാൾ എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അതുപോലെ ഒരു ക്യൂബിന്റെ ഫേസ് സെന്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ മറ്റൊരു ക്യൂബായിട്ട് വന്നതിന് പാർട്ടിക്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഈ രണ്ട് ക്യൂബുകൾക്ക് ഈ പാർട്ടിക്കിൾ എന്താണ്? കോമൺ ആണ്. ദാറ്റ് മീൻസ് ഫേസ് സെന്ററിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിനത്തിലേ ഉണ്ടാവുള്ളൂ രണ്ടിന്റെ ഒരു ഭാഗം. രണ്ട് ക്യൂബുകൾ സ്വന്തമാണെങ്കിൽ ഒരു ക്യൂബിനത്തിൽ ഉണ്ടാകും രണ്ടിലൊന്നേ ഉണ്ടാവുള്ളൂ. അപ്പം ടോട്ടൽ എത്രയായിരിക്കും? 1/2 ഇൻറ്റു എത്ര ഫേസുകളുണ്ട്? 1 2 3 4 5 6 ഫേസസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 3. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്രയായിരിക്കും? 1 + 3 = 4. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഒരു ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 1 പാർട്ടിക്കിൾ. ബോഡി സെന്റേഡ് ആകുമ്പോൾ 2, ദെൻ ഫേസ് സെന്റേഡ് ആകുമ്പോൾ 4. ഇതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാനിപ്പുലേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെച്ചേക്കണം. സിമ്പിൾ ക്യൂബിക്കൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1, ബോഡി സെന്റേഡിൽ 2, ഫേസ് സെന്റേഡിൽ 4. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. ഒന്ന് ക്രിസ്റ്റൽ ലാറ്റിസ്. വ്യക്തമായി ഓർക്കുക എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, അതിന്റെ 3 ക്യാരക്ടേഴ്സ്. ദെൻ എന്താണ് യൂണിറ്റ് സെല്ല്, യൂണിറ്റ് സെല്ലിന് 2 ക്യാരക്ടേഴ്സ്. ദെൻ ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ, 2 തരം യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ് എന്നും സെന്റേർഡ് എന്നും. സെന്റേർഡിനെ പിന്നെ ഉണ്ടാക്കി 3ആയി തിരിച്ചു: ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്. പിന്നെ യൂണിറ്റ് സെല്ലിന്റെ ഡിസ്റ്റൻസിന്റെയും ആംഗിൾസിന്റെയും വേരിയേഷൻ ബേസ് ചെയ്തുകൊണ്ട് 7 ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ പഠിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പ്രധാനപ്പെട്ട പോയിന്റാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. പിന്നെ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം.